ശബരിമല ശാസ്താവിന്റെ ദ്വാരപാലക ശില്പം സംസ്ഥാനത്തെ ഒരു കോടീശ്വരന് വിറ്റുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായി. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഞങ്ങൾക്ക് CPM-നോട് സർക്കാരിനോട് പറയാനുള്ളത്, ശബരിമല ധർമ്മശാസ്താവിൻ്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്? ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ്? അതിപ്പോൾ ഉള്ളത് ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണ്? കോടികൾ മറിയുന്ന കച്ചവടമാണ്. കാരണം പവിത്രമായ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. അപ്പൊ എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത്? ഈ ആരോപണം ശരിയാണെങ്കിൽ ആരാണ് ആ കോടീശ്വരൻ എന്ന $1 മില്യൺ ചോദ്യമാകും വരും ദിവസങ്ങളിൽ ഉയരുക. തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം ബാനറുകൾ ഉയർത്തി നടുത്തളത്തിൽ പ്രതിഷേധിച്ചു. ഹൈക്കോടതി ഉത്തരവ് ഞെട്ടിക്കുന്നതാണെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ദ്വാരപാലക ശില്പം പുറത്ത് വിറ്റ് കാശാക്കി എന്നറിയാവുന്ന അതേ സർക്കാർ, അതിന്റെ കീഴിലുള്ള അതേ ദേവസ്വം ബോർഡ്, അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2025 വീണ്ടും ക്ഷണിച്ചു വരുത്തിയിരിക്കുക അടുത്ത കളവിനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡുകാരെ പുറത്താക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് നോട്ടീസ് തന്നില്ലെന്ന് വിമർശിച്ച സ്പീക്കർ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. നിങ്ങളൊരു നോട്ടീസ് പോലും തരുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് പറഞ്ഞല്ലോ. ഇതിനാണ് കോടതി പറയുകയും ചെയ്തു. കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആക്കി. ഇതിലെന്ത് ചെയ്യാൻ പറ്റുമോ അതിനപ്പുറത്ത്? പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദാക്കി. SIT ഏർപ്പാടാക്കി അന്വേഷണം നടക്കുകയാണ്. നിങ്ങൾ അവിടെ ഇരിക്കെ, സഭ നടക്കട്ടെ. ചോദ്യോത്തരം റദ്ദ് ചെയ്യുന്നു, സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നും രാഷ്ട്രീയ കളിയുമായി വരരുതെന്ന് സുപ്രീം കോടതി പ്രതിപക്ഷത്തോട് പറഞ്ഞത് ഇന്നലെയാണെന്നും ഭരണപക്ഷം ഓർമ്മിപ്പിച്ചു. ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ മേധാവി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത്. ധൈര്യമുണ്ടെങ്കിൽ സഭയിൽ ചർച്ച ചെയ്യാമെന്ന് വെല്ലുവിളിച്ച് KN ബാലഗോപാൽ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ സഭ ചർച്ച ചെയ്യേണ്ടല്ലേ? നിങ്ങൾ വലിയ പണ്ഡിതന്മാരല്ലേ? നിങ്ങൾ വലിയ പാണ്ഡിത്യമുള്ളവരല്ലേ? ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യാതെ അവിടെ നിന്ന് എല്ലാ ചർച്ചയും തടസ്സപ്പെടുത്തുന്നതല്ല. ഇത് സുതാര്യതയുടെ കാലമാണ്. ധൈര്യമുണ്ട്, ചർച്ച ചെയ്യണം. ദേവസ്വം മന്ത്രി രാജിവെക്കാതെ മറ്റു വിട്ടുവീഴ്ചയില്ലെന്നും സഹകരിക്കില്ലെന്നും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തുടർച്ചയായി ഫ്ലോറിങ്ങിനെ റക്കസാക്കുന്ന രീതി ശരിയല്ല, ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് സീരിയസ് ആയി റീതിങ്ക് ചെയ്യാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഉപനേതാവിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഈ സെഷനിൽ വരുന്നത്. സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. TG സജിത്ത് ഉണ്ട് വിശദാംശങ്ങളുമായി. സജിത്ത്, ഇപ്പോഴിതാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നിട്ടുണ്ട്, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ. ഒരുപക്ഷെ കൂടുതൽ മുൻ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നേരിട്ടേക്കാമെന്ന സൂചനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നത്. പക്ഷേ പ്രതിപക്ഷം ഉൾപ്പെടെ ഇതിനെ വലിയ ആയുധമാക്കുമ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, പിഴവ് സംഭവിച്ചിട്ടുണ്ട്, മോഷണം അല്ലെങ്കിൽ മറ്റു ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, അത് സർക്കാർ സമ്മതിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികളിലൂടെ മാത്രം സർക്കാരിന് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. അത് ഉദ്യോഗസ്ഥ തല വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത്
ആദ്യഘട്ടത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ സർക്കാരും ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയെന്ന കാര്യം ഇപ്പോൾ അംഗീകരിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇതിൽ ഇപ്പോൾ സുതാര്യമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണ്. കോടതിയിലും അല്ലാതെയും ഈ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഇതാണ് ഇതുവരെ സർക്കാരിന് ഈ വിഷയത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന തുമ്പ്. പക്ഷേ വലിയ തരത്തിലുള്ള അഴിമതിയും സ്വർണ്ണക്കടത്തും അവിടെ നടന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു പ്രതിപക്ഷം. അത് നിയമസഭയ്ക്ക് പുറത്തേക്കും അത് നീളുന്നു എന്ന സാഹചര്യമാണ്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ വ്യക്തതയില്ല. ഉദാഹരണത്തിന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പറയുന്നതും കമ്മീഷണർമാർ പറയുന്നതുമായ കാര്യങ്ങളിലെല്ലാം അവ്യക്തതകൾ നിരവധിയുണ്ട്. അന്വേഷണം നടക്കട്ടെ, അതിൽ തെളിയട്ടെ എന്ന് പറയുന്നതിനപ്പുറം ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഇതിൻ്റെ ബന്ധപ്പെട്ടവർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതി നേരിട്ട് റിട്ടയർഡ് ജഡ്ജിനെ ഉപയോഗിച്ച് നടത്തുന്ന അന്വേഷണം, ഒപ്പം തന്നെ പ്രത്യേക SIT ടീം H വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണം, ഈ രണ്ട് അന്വേഷണവുമാണ് ഇനി ഈ വിഷയത്തിൽ നിർണായകമാവുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കണ്ടെത്തലുകൾ വരെയെങ്കിലും കാത്തിരിക്കുക, തൽക്കാലം രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോവുക, ഇതാണ് സർക്കാരിൻ്റെ ഒരു നയം നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും നിയമസഭയിലെ ഈ നീക്കങ്ങളുടെ തുടർച്ച പ്രതിപക്ഷവും ലക്ഷ്യമിടുന്നുണ്ട്. അത് രാഷ്ട്രീയ നീക്കമാണ്. അത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ശബരിമല വിഷയത്തിൽ ഊന്നിക്കണ്ടു നടത്തുന്ന നീക്കമാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ ശബരിമല ഒരു മുഖ്യ രാഷ്ട്രീയ ആയുധമാണ്. അത് പലപ്പോഴും അത് സംസ്ഥാനത്ത് പ്രതിഫലിച്ചിട്ടുമുണ്ട് രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പുകളിൽ. അത് ഇത്തവണയും ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു എന്നതാണ് സാഹചര്യം. ശബരിമലയെ തങ്ങൾക്ക് നേട്ടമായി ഉപയോഗിക്കാം എന്ന് കരുതിയിരുന്ന സർക്കാരിന് മുന്നിൽ ഒരു വെല്ലുവിളി തീർക്കുക കൂടിയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നീക്കത്തിലൂടെ. സ്വാഭാവികമായും അത് വെല്ലുവിളിയായി മാറുകയും ചെയ്യും. എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവാം. ഇനി അന്വേഷണത്തിൽ പുതിയ കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകുമോ എന്നതാണ് ചോദ്യങ്ങൾ. പക്ഷേ ഇപ്പോഴും വ്യക്തത വരേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡോ സർക്കാരോ വിശദീകരിക്കുന്നില്ല, മറിച്ച് അന്വേഷണം നടക്കട്ടെ എന്ന ന്യായമാണ് അവർ ഇതിന് നൽകുകയും ചെയ്യുന്നത്. വിശദാംശങ്ങളാണ് TG സജിത്ത് നൽകിയത്.